കാട്ടുപന്നി ആക്രമണത്തിൽ നഷ്ടപരിഹാരം വൈകുന്നതിൽ നടത്തിയ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. നഷ്ടപരിഹാരം വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ വനമന്ത്രിയോട് പറഞ്ഞെന്നും പി പ്രസാദ് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് വാർത്ത. ആദ്യം ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല. നമ്മളുടേതുപോലൊരു ജനാധിപത്യ സമൂഹത്തിൽ കേരളം പോലൊരിടത്ത് വെച്ച് പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവതരമായി ഇടപെടേണ്ടുന്നൊരു വിഭാഗം നമുക്കുണ്ട്. ആ ഉദ്യോഗസ്ഥർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അനിവാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. അത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും ഇവരെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേപ്പറുകൾ നൽകാനുള്ളതുണ്ടെങ്കിൽ അത് ആരോഗ്യമേഖലയിലെ ആളുകളായാലും ആരായാലും സർക്കാരിന്റെ പണം പറ്റി, സർക്കാർ എന്നത് ജനങ്ങളുടെ പണമാണ്. അപ്പോൾ ആ പണം പറ്റി ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ആ നിയോഗിക്കപ്പെട്ടവർ ലാഘവത്തോടുകൂടി ഇത് കണക്കാക്കാൻ പാടില്ലാത്തതാണ്. ആരുടെ ഭാഗത്താണോ വീഴ്ചയുണ്ടായത് ആ വീഴ്ചയ്ക്ക് ഉത്തരവാദികൾക്കായവർക്കെതിരെ നടപടി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാനത് പെടുത്തിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അമൽ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്. ഇന്നലെയായിരുന്നു ആലപ്പുഴയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മന്ത്രി പി പ്രസാദ് ഇത്തരത്തിലുള്ളൊരു തന്റെ പ്രസംഗത്തിൽ സന്ദർഭവശാൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് 2020 കാട്ടുപന്നിയുടെ ആക്രമണത്തിന് ഇരയായ ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള 2 കർഷകർക്ക് ഇതുവരെയും 5 വർഷത്തിനിപ്പുറവും സഹായം ലഭിച്ചിട്ടില്ല. ചികിത്സാ സഹായം, സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സഹായം ലഭിച്ചിട്ടില്ല. ആ ഒരു തുക വളരെ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് വേണ്ട തുകയോളം വരില്ല എങ്കിലും ആ ഒരു ചെറിയ സഹായം പോലും നൽകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഈ പരാതിയുമായിട്ട് 5 വർഷമായി ഈ കർഷകർ വിവിധങ്ങളായിട്ടുള്ള ആഫീസുകൾ കയറിയിറങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് മന്ത്രി ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം ഇരിക്കുന്ന വേദിയിൽ ഇത്തരത്തിൽ വലിയൊരു വിമർശനം തന്നെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അങ്ങേയറ്റം ലാഘവത്തോടെയാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി ഉണ്ടായതെന്നും ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയതാണ് ഇത്തരത്തിലുള്ള സഹായധനം നൽകുന്നതിലുള്ള കാലതാമസം ഉണ്ടാക്കിയതെന്നും ലാഘവപൂർണ്ണമായിട്ട് ഈ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് വീഴ്ച വരുത്തിയ എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും, അതായത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെയും അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ എന്തെങ്കിലും കാലവിളംബം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്കെതിരെയും നടപടിയെടുക്കണം എന്ന ഒരു നിർദ്ദേശം മന്ത്രി ഈ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ തന്നെ ഉയർത്തുകയുണ്ടായി. ഏതായാലും തന്റെ നിർദ്ദേശങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഈ പ്രസംഗത്തിന്റെ ഭാഗമായി തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഒരു ധാരണയിലേക്ക് പഞ്ചായത്ത് അടക്കം പുതിയൊരു നിയമ ഭേദഗതിയൊക്കെ വന്ന സ്ഥിതിക്ക് ഈ വെടിവെച്ച് കൊല്ലുന്ന പന്നികളെ കഴിക്കുവാൻ കൂടി സജ്ജമാക്കണം, അല്ലെങ്കിൽ അതിന് ഭക്ഷ്യയോഗ്യമായി ഈ പന്നികളെ ഉപയോഗിക്കാൻ സാധിക്കണം. ഇപ്പോൾ നിലവിൽ കേന്ദ്ര നിയമപ്രകാരം മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. അതിന് പകരമായി കഴിക്കുവാൻ കൂടി നൽകണം. അതിനാണ് തന്റെ പക്ഷം എന്നൊരു അഭിപ്രായം കൂടി മന്ത്രി ഈ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവനയിലും ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി എസ്. താങ്ക് യു അമൽ സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.